ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് DSLR ക്യാമറകളെ എങ്ങനെയാണ് തരംതിരിക്കുന്നത് എന്നാണ്. DSLR ക്യാമറകളെ തരംതിരിക്കുന്നത് അതിൻ്റെ സെൻസറിൻ്റെ സൈസിനെ ആശ്രയിച്ചാണ്. വലിയ സെൻസറുള്ള ക്യാമറകൾ, ചെറിയ സെൻസറുള്ള ക്യാമറകൾ, അങ്ങനെ പല രീതിയിലുള്ള ക്യാമറകളുണ്ട്. നമുക്കൊന്ന് ഫിലിം കാലത്തെ ക്യാമറകളെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അതേ മെത്തേഡ് തന്നെയാണ് ഇന്നത്തെ ഡിജിറ്റൽ SLR ക്യാമറകളിലും പിന്തുടർന്നു വരുന്നത്. പഴയകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ശരാശരി, നമ്മളൊക്കെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ശരാശരി ഫിലിമിൻ്റെ സൈസ്, ഒരൊറ്റ ഫിലിമിൻ്റെ സൈസ് 36 മില്ലിമീറ്റർ നീളവും 24 മില്ലിമീറ്റർ വീതിയുള്ള ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു പ്രതലത്തിലായിരുന്നു നമ്മളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. 36x24 mm വലിയ ഫിലിമുകളെ മീഡിയം ഫോർമാറ്റ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് പരമാവധി ഒരു 100 മില്ലിമീറ്റർ വരെ വലിപ്പം ഉള്ള ഫിലിമുകളെ മീഡിയം ഫോർമാറ്റ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. 100 മില്ലിമീറ്ററിനേക്കാളും കൂടുതൽ വലിപ്പം വരുന്നത്, അതായത് നീളമോ വീതിയോ ഏതെങ്കിലും 100 മില്ലിമീറ്ററിനേക്കാളും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ലാർജ് ഫോർമാറ്റ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ 3 ഫോർമാറ്റുകൾ കിട്ടി. ഒന്ന് ആദ്യം പറഞ്ഞ 36x24 mm സൈസുള്ള ഒരു ശരാശരി ഫിലിം, പിന്നെ അതിനേക്കാളും വലിയ മീഡിയം ഫോർമാറ്റ്, 100 മില്ലിമീറ്ററിനേക്കാളും വലിയ ലാർജ് ഫോർമാറ്റ്. അങ്ങനെ 3 ഫോർമാറ്റുകളാണ് പഴയ കാലത്ത് ഫിലിമിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഡിജിറ്റൽ SLR ക്യാമറകളിലേക്ക് വരാം. DSLR ക്യാമറകളിൽ പഴയ കാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന അതേ സൈസിൽ തന്നെയാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. അതായത് 36x24 മില്ലിമീറ്റർ സൈസുള്ള സെൻസറുകളാണ് നിങ്ങളുടെ ക്യാമറയിൽ ഉള്ളതെങ്കിൽ അതിനെ ഇന്ന് ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് വിളിക്കുന്നു. വ്യക്തമാണോ? അതായത് നിങ്ങളുടെ സെൻസറിൻ്റെ സൈസ് 36 mm നീളവും 24 mm ഉയരവും ഉള്ളതാണെങ്കിൽ അതിനെ ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറയും. ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ക്യാമറ കമ്പനികൾ SLR എന്നുള്ള ഈ ഒരു ക്യാമറകൾ വിറ്റഴിക്കാനായിട്ട് വളരെ ചെറിയ സെൻസറുകളുള്ള ക്യാമറകൾ ധാരാളമായിട്ട് വിപണിയിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും വരുന്നൊരു ചോദ്യമാണ്, ഈ ഫുൾ ഫ്രെയിം അല്ലാത്ത അതിനേക്കാളും ചെറിയ സെൻസറുള്ള ക്യാമറകളെ എന്താണ് വിളിക്കുക എന്നുള്ളത്. അത്തരം ക്യാമറകളെ വിളിക്കുന്നതാണ് ക്രോപ്പ് സെൻസർ ക്യാമറകൾ. അതായത് ഒരു ഫുൾ ഫ്രെയിം സെൻസറിനെ ക്രോപ്പ് ചെയ്തിട്ട്, അതായത് ചെറുതാക്കിയിട്ടുള്ള സെൻസറുകൾ. അപ്പോൾ ക്രോപ്പ് സെൻസർ ക്യാമറകളാണ് ചെറിയ സെൻസറുകളുള്ള ക്യാമറകളെ വിളിക്കുന്നത്. ഈ ക്രോപ്പ് സെൻസർ ക്യാമറകൾക്ക് ഒരു ക്രോപ്പ് ഫാക്ടർ ഉണ്ടാവും. ഫുൾ ഫ്രെയിമിനേക്കാളും എത്രത്തോളം ചെറുതാണ് ഈ സെൻസർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയുടെ നേരെ പകുതി വലിപ്പമുള്ള ഒരു സെൻസറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ക്രോപ്പ് ഫാക്ടർ 2 ആണ് എന്ന് പറയും. അതായത് അതിൻ്റെ ഫുൾ ഫ്രെയിമിനെ പകുതിയാക്കിയത്, ഡിവൈഡഡ് ബൈ 2 ആണ് അതിൻ്റെ ക്രോപ്പ് ഫാക്ടർ. ഇനി ചില പഴയ കാലത്തെ വീഡിയോ ക്യാമറകൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഹാൻഡി ക്യാമുകളിലൊക്കെയുള്ള സെൻസറുകളിൽ വരുന്ന അതിൻ്റെ സെൻസറിൻ്റെ ക്രോപ്പ് ഫാക്ടർ 6 ഒക്കെ വരാറുണ്ട്. 6 എന്ന് പറയുമ്പോൾ ഫുൾ ഫ്രെയിം ക്യാമറയുടെ ഫുൾ ഫ്രെയിം സെൻസറിനെ 6 വീതം വെച്ചാൽ അതിലൊരു ഭാഗം മാത്രമായിരിക്കും അതിൻ്റെ സൈസ്. വളരെ ചെറിയ സൈസായിരിക്കും അത്തരം ക്യാമറകളിലുള്ള സെൻസറിന്. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ വരുന്ന സെൻസറുകളും വളരെ ചെറിയതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ 2 വിധത്തിലുള്ള ക്യാമറകളാണ് DSLR കാറ്റഗറീസിൽ പറഞ്ഞത്. ആദ്യത്തേത് ഫുൾ ഫ്രെയിം. എന്താണ് ഫുൾ ഫ്രെയിം? 36 mm/24 mm സെൻസർ സൈസിലുള്ള ക്യാമറകളെ ഫുൾ ഫ്രെയിം ക്യാമറകൾ എന്ന് വിളിക്കുന്നു. അതിനേക്കാളും ചെറിയ സെൻസറുകളുള്ള ക്യാമറകളെ ക്രോപ്പ് സെൻസർ ക്യാമറകൾ എന്നും വിളിക്കുന്നു. ക്രോപ്പ് സെൻസർ ക്യാമറകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ക്രോപ്പ് ഫാക്ടർ ഉണ്ടാവും. ക്രോപ്പ് ഫാക്ടർ കൂടുന്തോറും സെൻസറിൻ്റെ സൈസ് ചെറുതായി വരും. ഇനി മൂന്നാമത് ഒരു തരം ക്യാമറകളുണ്ട്. അതേതാണെന്ന് നോക്കാം. നമ്മുടെ ഫുൾ ഫ്രെയിം സെൻസറിനേക്കാളും വലിയ സെൻസറുള്ള ക്യാമറകളെ മീഡിയം ഫോർമാറ്റ് ക്യാമറകൾ എന്ന് വിളിക്കുന്നു. 36x24 mm സെൻസർ സൈസ് കൂടുതലുള്ള ക്യാമറകളെയാണ് മീഡിയം ഫോർമാറ്റ് ക്യാമറകൾ എന്ന് വിളിക്കുന്നത്. ഇന്ന് ഹാസൽബ്ലാഡ്, ഫേസ് 1, ഫ്യൂജി ഫിലിം, അങ്ങനെ നിരവധി കമ്പനികൾ മീഡിയം ഫോർമാറ്റ് ക്യാമറകൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. ഫിലിമിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ലാർജ് ഫോർമാറ്റിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചിരുന്നു. എന്നാൽ ഡിജിറ്റൽ സെൻസറുകളിൽ ഇതുവരെയും തന്നെ ലാർജ് ഫോർമാറ്റ് സെൻസറുകൾ ഇറങ്ങിയിട്ടില്ല. പക്ഷേ നമുക്ക് ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനായിട്ടുള്ള പല പരീക്ഷണങ്ങളും ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. സെൻസറിൻ്റെ വലിപ്പം കൂടുതൽ ആക്കുകയാണെങ്കിൽ ഇമേജിൻ്റെ ക്വാളിറ്റിയും ഡീറ്റെയിൽസും ഒരുപാട് കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഒരു ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ നമുക്ക് ലാർജ് ഫോർമാറ്റ് സെൻസറുകൾ
ഉള്ള ക്യാമറകൾ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാനിപ്പോൾ പറഞ്ഞത് 4 വ്യത്യസ്ത തരം ക്യാമറകളെ കുറിച്ചായിരുന്നു. അതായത് ഒന്ന് ഫുൾ ഫ്രെയിം ക്യാമറ, മറ്റൊന്ന് ക്രോപ്പ് സെൻസർ ക്യാമറ, അതിനേക്കാളും വലിയ സെൻസർ ഉള്ളതിന് എന്താണ് പറയുക, മീഡിയം ഫോർമാറ്റ് ക്യാമറകൾ, പിന്നെ ഫിലിം യുഗത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്നാൽ ഇപ്പോഴില്ലാത്ത ഒരു ഫോർമാറ്റാണ് ലാർജ് ഫോർമാറ്റുകൾ. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ ക്യാമറകളിൽ എത്ര ഫോർമാറ്റുകൾ കിട്ടും? നമുക്ക് 3 ഫോർമാറ്റുകളാണ് കിട്ടുക. അതായത് ഒന്ന് ഫുൾ ഫ്രെയിം ക്യാമറ, മറ്റൊന്ന് ക്രോപ്പ് സെൻസർ ക്യാമറ, മൂന്നാമത്തേത് മീഡിയം ഫോർമാറ്റ് ക്യാമറ. അങ്ങനെ 3 വിധത്തിലുള്ള ക്യാമറകളാണ് നമുക്ക് കിട്ടുക. ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയകൾ DSLR ക്യാമറക്കും അതേപോലെ മിറർലെസ് ക്യാമറകൾക്കും ബാധകമാണ്. അതായത് ക്രോപ്പ് സെൻസർ ക്യാമറകളും ഫുൾ ഫ്രെയിം ക്യാമറകളും മീഡിയം ഫോർമാറ്റ് ക്യാമറകളും മിറർലെസ്സിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മിറർലെസ് ക്യാമറ ഉള്ളവരും ഈ ക്രൈറ്റീരിയ പരിശോധിച്ച് നോക്കുക. ഇനി നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചോദ്യം, ഏത് ക്യാമറയായിരിക്കും എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നൊരു ചോദ്യം വരാറുണ്ട്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഈ ക്ലാസ്സുകൾ തീരുന്ന മുറക്ക് മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുകയുള്ളൂ. എങ്കിലും ഒരു ബേസിക് ഐഡിയ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുഞ്ഞു വിശദീകരണം നിങ്ങൾക്ക് നൽകാം. ഫുൾ ഫ്രെയിം ക്യാമറ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒട്ടുമിക്ക ആവശ്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. കാരണം ക്യാമറയുടെ ഏത് ഒരു വാല്യൂ പറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അളവ് പറയുന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഫുൾ ഫ്രെയിം ക്യാമറയെ ആശ്രയിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ഫ്രെയിം ക്യാമറകൾ അതിൻ്റെ എല്ലാ ഗുണനിലവാരവും പുലർത്തുന്ന ഒരു തരം ക്യാമറകളാണ്. ഒരല്പം വില കൂടുതലാണെങ്കിലും ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ക്യാമറകൾ ഫുൾ ഫ്രെയിം ക്യാമറകളാണ്. നിങ്ങൾക്ക് ഇത്രയും വില കൂടിയ ഫുൾ ഫ്രെയിം ക്യാമറ ആവശ്യം ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് സെൻസർ ക്യാമറകളെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങാം. ക്രോപ്പ് സെൻസർ ക്യാമറകളുടെ പ്രധാന പ്രശ്നം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അതിനകത്ത് ഫോട്ടോ റിസൾട്ട് തരില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അതിൻ്റെ ചെറിയ സെൻസർ ആയതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഇമേജ് ക്വാളിറ്റി, ഒരു ഫോട്ടോയിൽ കിട്ടുന്ന ഇമേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്രോപ്പ് സെൻസർ ക്യാമറകളിൽ വളരെ കുറവായിരിക്കും. ചിത്രത്തിലെ ഗ്രെയിൻസ് ആൻഡ് നോയ്സ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ വീക്കായിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ക്രോപ്പ് സെൻസർ ക്യാമറ എന്നുള്ളത് ഫോട്ടോഗ്രാഫി സീരിയസ് ആയി കാണുന്ന ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്യാമറയല്ല. അത്തരക്കാർക്ക് ഫുൾ ഫ്രെയിം ക്യാമറ തന്നെയാണ് ഏറ്റവും നല്ലത്. ക്രോപ്പ് സെൻസർ ക്യാമറകൾ ഒരു ചെറിയൊരു കുടുംബത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹോബി അല്ലെങ്കിൽ ഒരു ടൈം പാസിന് മാത്രം ഫോട്ടോഗ്രാഫി ചെയ്യുന്ന, അതും അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ ചെറിയ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം ഒരു ഫോട്ടോഗ്രാഫായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്പ് സെൻസർ ക്യാമറകൾ. ഇനി ഏറ്റവും ഹൈ ക്വാളിറ്റി ക്രോപ്പ് സെൻസർ ക്യാമറ എടുത്താൽ പോലും അതൊരു ഫുൾ ഫ്രെയിമിനോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് ഇന്ന് വരെയും എത്തിയിട്ടില്ല. ക്രോപ്പ് സെൻസർ ക്യാമറകൾക്ക് അതിൻ്റേതായ ചില പ്രത്യേകതകൾ, ഒരു ഗുണങ്ങൾ ഉണ്ടെങ്കിലും ന്യൂനതകളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സീരിയസ് ആയി ഫോട്ടോഗ്രാഫി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും നല്ലത് ഒരു ഫുൾ ഫ്രെയിം ക്യാമറയാണ്. നിങ്ങൾ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ മാഗസിൻ കവർ ഇങ്ങനെയുള്ള വളരെ വലിയ സൈസിൽ ഹൈ ക്വാളിറ്റി ഇമേജ് ആവശ്യമായി വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മീഡിയം ഫോർമാറ്റ് ക്യാമറകളാണ്. ഇത് ഫുഡ് ഫോട്ടോഗ്രാഫി, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, അതുപോലെ വലിയ ബാനറുകൾക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് മീഡിയം ഫോർമാറ്റ് ക്യാമറകളാണ്. വില മറ്റുള്ള ക്യാമറകളെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണ് എങ്കിലും ഇതിൽ നിന്നും കിട്ടുന്ന ഇമേജ് ക്വാളിറ്റി എന്നുള്ളത് അപാരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള മൂല്യം നിങ്ങൾക്ക് ചിത്രങ്ങളിലൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്യാമറയാണ് വാങ്ങേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഒരല്പം കൂടി വെയിറ്റ് ചെയ്യുക. കാരണം ഈ ക്ലാസ്സുകൾ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഓരോ ക്യാമറയെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ലഭിക്കും. അല്ലെങ്കിൽ പൊതുവായിട്ട് ഫോട്ടോഗ്രാഫിക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അതോടുകൂടി നിങ്ങൾക്ക് വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാമറയുണ്ടെങ്കിൽ ആ ക്യാമറ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എന്ന് ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് മിറർലെസ് ആണോ DSLR ആണോ? ഇനി തന്നെ ആയാലും അത് ക്രോപ്പ് സെൻസർ ക്യാമറയാണോ, ഫുൾ ഫ്രെയിം ക്യാമറയാണോ, മീഡിയം ഫോർമാറ്റ് ക്യാമറയാണോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് ബന്ധപ്പെടാൻ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾ ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒന്ന് നോട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾ പിന്നീട് ചോദിക്കുന്ന സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം.